Hey guys, welcome back to my YouTube channel and welcome to another vlog. ഇതത്ര വലിയ സംഭവബഹുലമായ വ്ളോഗൊന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് വീക്കെൻഡാണ്, പോരാത്തതിന് സൺഡേയും. ഒരു സ്ലോ സൺഡേ എൻ്റെ ഡേ എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്നത്തെയും പോലെ ഇന്നും ലേറ്റായിട്ടൊക്കെ തന്നെ എണീറ്റിരിക്കുന്നത്. എന്നും കിടക്കാനായിട്ട് വൈകും, അതുകൊണ്ട് എണീക്കാനും വൈകും. എത്ര വൈകി എണീറ്റാലും സ്ലോ ആയിട്ടുള്ള ബിഗിനിങ്സാണ് എനിക്കെപ്പോഴും ഇഷ്ടം. ഇവിടോട്ട് മാറിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ. സോ പതുക്കെ ഇവിടെയെല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. എനിക്ക് ഇവിടുത്തെ ചൂടൊക്കെ ഒന്ന് സെറ്റായി വരാൻ എനിക്കിപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല പുഴുക്കമാണല്ലോ ഇവിടെ. ചൂടിൻ്റെ ഒരു കാര്യം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എനിക്കിവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതും പറയണല്ലോ. ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ ബഹളമായിരുന്നു ഇവിടെ. ഇപ്പം എനിക്ക് ആരുമില്ല. സോ പ്രെറ്റി ബോറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ബോറിംഗ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഈ റീൽസിലൊക്കെ നോക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി പോയി കാണണം എന്നാണ് എൻ്റെ പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് ഇന്നും ഞാൻ 1-2 പ്ലേസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നതിൽ ഒരു പ്ലേസിലെങ്കിലും പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യുകയാണേ. പ്രത്യേകിച്ചൊന്നുമില്ല, ഫേസ് വാഷ് ചെയ്ത് ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും മാത്രം. എൻ്റെ ഒരു ഡേയിലെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ് ഈ ഒരു സ്കിൻ കെയർ പാർട്ട്. എന്താണെന്നറിയില്ല, എൻ്റെ സ്കിന്നിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല ഇത് ചെയ്തിട്ട്. പക്ഷെ എൻ്റെ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന ഒരു ടൈമാണത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ് അല്ലേ? സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ. ഹെയർ കെയർ ചെയ്യാനും അറിയില്ല, അതിനോട് ഇത്ര ഇഷ്ടവും ഇല്ല. കൺസിസ്റ്റൻ്റ് അല്ല, എങ്ങനെ ചെയ്യണം എന്നറിയില്ല. സോ മെനി കൺഫ്യൂഷൻസ്. അതുകൊണ്ട് ഹെയർ കെയർ എനിക്ക് തോന്നിയ രീതിക്ക് കെയർ ചെയ്യാണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ എന്തൊക്കെ ചെയ്താലും എന്താ, ക്ലോറിൻ വെള്ളമല്ലേ, അതുകൊണ്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല. നമ്മുടെ ബേസിക് പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് പോയി എന്തെങ്കിലും കുക്ക് ചെയ്യാം. കാരണം വിശപ്പിൻ്റെ വിളി നന്നായിട്ട് വന്നു തുടങ്ങി. പ്രത്യേകിച്ച് അധികമൊന്നും കുക്ക് ചെയ്യണില്ല കേട്ടോ. ഞാൻ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന മീനിൻ്റെ ഗ്രേവി പോലത്തെ ഒരു സംഭവമാണ്, വറുത്തിട്ട ഗ്രേവി പോലുള്ളത്. അത് ബാക്കിയുണ്ട്. അതിന്ന് ഉച്ചയ്ക്കും വൈകുന്നേരവും എടുക്കാനുള്ളത് അത്രയുണ്ട്. സോ ചോറ് മാത്രം വെച്ചാൽ മതി. അതിൻ്റെ കൂടെ അച്ചാറും കൂട്ടി ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന ഇന്നലെ അലക്കിയിട്ട തുണികൾ മൊത്തം മടക്കി വെക്കുക എന്നുള്ളതാണ്. അതെല്ലാം ഞാൻ പോയി എടുത്തുകൊണ്ടുവന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ പരിപാടികളൊക്കെ തീർത്ത് വെച്ചാൽ തന്നെ ഒരുവിധം വീക്കെൻഡിലെ പരിപാടിയൊക്കെ തീർന്നു. പകുതി തുണി ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ. പകുതി തുണി ഇനിയും മടക്കാനുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം വേണം മടക്കാനായിട്ട്. കാരണം ഒരാഴ്ചത്തെ ഫുൾ ഡ്രസ്സുകൾ ഒരുമിച്ചാണ് അലക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം തുണികൾ ഉണ്ട്. ഡെയിലി കഴുകിയ പകുതി ഭാരം കുറയും. പക്ഷേ മടിയാണ്, എല്ലാത്തിനും മടിയാണ്. സോ വീക്കെൻഡ് ആവാൻ നോക്കിയേക്കും ഇങ്ങനത്തെ പരിപാടികളൊക്കെ. വീക്കെൻഡിൽ അത് ചെയ്ത് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ. അങ്ങനെ ഒതുക്കി മടക്കി നമ്മൾ എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ കുറേ നേരം പുറത്തോട്ട് വായ നോക്കിയിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു ബുക്ക്, ഒരു 10 പേജസ്, അത് ഞാൻ വായിക്കാൻ ശ്രമിച്ചു. ഇന്നും എല്ലാ ദിവസവും ഞാനത് വായിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിലൊക്കെ നന്നായി വായിക്കുമായിരുന്നു. പിന്നെ അതെപ്പോഴോ വിട്ടുപോയി. എപ്പോഴും ഈ സ്ക്രോളിങ് മാത്രമായി മാറി. ഇനി പതുക്കെ ആ ഒരു റീഡിങ്ങിലോട്ട് തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ. എനിക്ക് വായിക്കുമ്പം ഇഷ്ടപ്പെടുന്ന വരികൾ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഒരു അടിപൊളി ഫീലൊക്കെ തോന്നും എനിക്ക്. ഇനി അധികം നേരം റൂമിലിരുന്ന് ഫോൺ തോണ്ടിയിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയി വരാമെന്ന്. ഞാൻ റീൽസിൽ നോക്കിയപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മറൈൻ വേൾഡ് അക്വേറിയം ഒക്കെ വന്നിട്ടുണ്ട് എന്ന് കണ്ടു. സോ നോക്കിയപ്പോൾ അധികം ദൂരമില്ല, വേഗം തന്നെ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. ഒരു 1 to 2 കിലോമീറ്റേഴ്സ് ഐ തിങ്ക്. അവിടെ ചെന്ന് 150 ആയിരുന്നു ടിക്കറ്റിൻ്റെ വില. ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിൽ കയറി. ആക്ച്വലി ഞാൻ ഇതിനേക്കാളും നല്ല അക്വേറിയംസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഐ മീൻ തൃശ്ശൂരൊക്കെ ഞാൻ ഇത് ശക്തൻ ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് വലുതല്ല, അധികം വലിയ മീനുകളൊന്നും ഇല്ലെങ്കിലും
കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഫോണിൽ വെറുതെ ഫോണിൽ തോണ്ടിയിരിക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ എന്നെനിക്ക് തോന്നി കേട്ടോ. കണ്ടോ, ഇവനാൾ കൊള്ളാമല്ലേ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് മീൻ ഇതായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ കുറേ വേറെ ടൈപ്പ് മീനുകളൊക്കെ കണ്ടു കേട്ടോ. ഫസ്റ്റ് തന്നെ കയറി വരുമ്പം ഈ മീനുകളുടെയൊക്കെ സെക്ഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആകർഷണം ഈ ഒരു സംഭവമായിരുന്നു, റോബോട്ട്. നമ്മളെ നോക്കിയിട്ട് ഹായ് ഒക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പം പിന്നെ ഞാൻ പുത്തൻതോപ്പിലുള്ള ഒരു ചേർച്ചിൽ പോയായിരുന്നു. സെൻറ്റ് ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ചർച്ചാണ്. അവിടെ സ്നോമാൻ ഉണ്ടെന്ന് കേട്ടിട്ട് ചെന്താണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞാൻ അധികം നേരം നിന്നില്ല, കാരണം ഇത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം നേരെ തിരിച്ചു വന്ന് ഒരു വാക്കിനൊക്കെ പോയി. എനിക്ക് കുറച്ച് വെള്ളം വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വാക്കിനും കൂടെ പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് വെള്ളവും പിന്നെ ഒരു കുഞ്ഞി കൊട്ട കേക്കിൻ്റെ ഒരു ഇനി വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കും. ചിലപ്പോൾ ഒന്ന് യൂട്യൂബ് ലൈവ് പോവാം, അല്ലെങ്കിൽ കുളിച്ച് മാറി ഫ്രഷായി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. എന്തെങ്കിലും ഒരു സിനിമ കണ്ട് അങ്ങനെ കിടന്നുറങ്ങും. ഇത് മാത്രമായിരിക്കും ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സജഷൻസ്, ക്രിറ്റിസിസംസ് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.